അപ്പോൾ നമ്മുടെ തുടരും സിനിമയെ പറ്റി നമ്മുടെ ഒരു ഫോളോവർ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വില്ലൻ അതിൽ നായകന്റെ മകനെ കൊല്ലാനുള്ള കാരണം എന്താണ്? തന്റെ മകളുടെ പിറകെ നടന്നു എന്നത് കൊല്ലാനുള്ള ഒരു റീസൺ ഒന്നുമല്ല. പിന്നെ എന്തിനാണ് വില്ലൻ അത് ചെയ്തത്? അതിന് കാരണം ഒരു ഘട്ടത്തിൽ നായകന്റെ മകൻ വില്ലനോട് പറയുന്നുണ്ട്, നിങ്ങൾ അവളെ എന്താണ് ചെയ്തതെന്ന് ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കട്ടെ. ഒരച്ഛൻ മകളെ തല്ലുന്നതൊക്കെ സാധാരണ കാര്യമാണ്. ആ ഒരു സത്യം പുറത്താവും എന്ന് വില്ലൻ പേടിച്ച് ഈ കഥാപാത്രത്തെ കൊല്ലേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് വാസ് സംതിങ് ബിയോണ്ട് ദാറ്റ്. അതായത് മൊളസ്റ്റേഷൻ അഥവാ സെക്ഷൽ ഹറാസ്മെന്റ് പോലുള്ള കാര്യങ്ങൾ. ഇങ്ങനെ സ്വന്തം മകളോട് പെരുമാറുന്ന ഒരാൾ ക്ലൈമാക്സ് സീക്വൻസിൽ എന്റെ മകളെവിടെ ബെൻസെ, നീ അവളെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നത് കറക്റ്റാണോ? തനിക്കെതിരെ വിരൽ ചൂണ്ടിയ താൻ കൊന്ന ഒരാളുടെ അച്ഛനായ നായകനെ പൂട്ടാൻ വില്ലൻ ഡെഫിനറ്റ്ലി നായകന്റെ അടുത്തേക്ക് വരും. പക്ഷെ അവിടെ മകളുടെ സെന്റിമെന്റ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. സോ പവിയോട് അവന്റെ കാമുകി തന്റെ അച്ഛനെ പറ്റി പറഞ്ഞ യഥാർത്ഥ കാര്യം എന്തായിരുന്നു എന്ന് കാണിക്കാത്തടത്തോളം ഇങ്ങനെ ഒരു ഡൗട്ടിന് വാലിഡിറ്റി ഉണ്ട്. സോ ഇദ്ദേഹത്തെ പോലെ ക്ലൈമാക്സിൽ വില്ലന് മകൾ സെന്റിമെന്റ്സ് ആംഗിൾ കൊടുക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.